ശക്തമായ താക്കീതുകളെ, വൻ പാപങ്ങളെ, ഗൗരവകരമായ ചില കുറ്റങ്ങളെ അറിയിക്കുന്ന ചില പദങ്ങളുണ്ട്. ആ പദം ഹദീസിൽ വന്നാൽ അതിന്റെ അർത്ഥം അത് വൻ പാപമാണ്. അൽ വഈദു ശദീദ്, ശക്തമായ താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് എന്ന് സാരം. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40ഓളം സ്വഹീഹായ ഹദീസിൽ ഉപയോഗിച്ചൊരു പദമാണ് ഫലൈസ മിന്നാ, അല്ലെങ്കിൽ ഫഹുവ മിൻഹും. ഫലൈസ മിന്നാ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പെട്ടവനല്ല. ഈ പ്രവർത്തനം ചെയ്താൽ, ഈ കർമ്മം ചെയ്താൽ, ഈ കർമ്മം ചെയ്തവൻ നമ്മളിൽ പെട്ടവനല്ല. അഥവാ ലൈസ മിൻ ത്വരീഖതിനാ വലാ മിൻ ഹദീനാ, ഒരു മുസ്ലിം എന്ന നിലക്ക് ചെയ്യാൻ കഴിയുന്ന പണിയല്ല അവൻ ചെയ്തത്. ഒരു മുസ്ലിം എന്ന പേരുള്ള വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യോജിച്ച പണിയല്ല അവൻ എടുത്തിട്ടുള്ളത്. അവൻ മറ്റുള്ള വ്യക്തികളുടെ, മറ്റുള്ള സമുദായത്തിന്റെ പണിയാണ് അവൻ എടുത്തത് എന്ന് സാരം. ആ രൂപത്തിൽ 40ഓളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ സനദോടുകൂടി ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, മൻ ഇദ്ദഅ മാ ലൈസ ലഹു ഫലൈസ മിന്നാ, ഒരുവനിൽ അവൻ അവകാശപ്പെടാത്ത കാര്യം അത് എന്റേതാണ് എന്നൊരുവൻ വാദിച്ചാൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. എന്ന് വെച്ചാൽ അവൻ അർഹതയില്ലാത്തൊരു സമ്പത്ത്, അവന് യോഗ്യതയില്ലാത്തൊരു കാര്യം അത് എന്റേതാണ്, എനിക്ക് യോഗ്യതയുള്ളതാണ് എന്നവൻ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്താൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ്, ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, അവന്റെ ബന്ധു മരണപ്പെട്ടാൽ മുഖത്തടിച്ച് കരയുകയും അവന്റെ വസ്ത്രം വലിച്ചു കീറുകയും ആ രൂപത്തിലുള്ള സങ്കട പ്രകടനങ്ങൾ ആരെങ്കിലും നടത്തുകയും ചെയ്താൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു ഔ തകഹന ബിഹി ഔ തുകുഹിന ലഹു, ആരെങ്കിലും ശകുനം അന്വേഷിച്ചു പോയാൽ, അല്ലെങ്കിൽ ശകുനം നോക്കിക്കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അടുക്കിലേക്ക്, ഒരു ശകുനം നോക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോവുകയോ ആ രൂപത്തിലുള്ള പണികൾ എടുക്കുകയോ ചെയ്താൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഇങ്ങനെയുള്ള നിരവധി ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഗൗരവകരമായ വിഷയങ്ങളാണ്, വൻ പാപങ്ങളിൽ ഉലമാക്കൾ എണ്ണിയ കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽ അതിശക്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായവുമായി സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്, നമ്മളിൽപ്പെട്ടവനല്ല. ഒരു സമുദായത്തിന്റെ ശൈലികൾ, ഒരു സമുദായത്തിന്റെ രീതികൾ, അവരുടെ കോലങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ അതാരെങ്കിലും കടമെടുത്താൽ, അതാരെങ്കിലും അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ, അവന്റെ പണിയായത് മാറ്റിയാൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്, അവൻ മുസ്ലിമീങ്ങളുടെ പണിയല്ല എടുത്തിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത്തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യപ്പെടുക എന്നാണ് ഒരു മലയാള വിവർത്തനം. സാദൃശ്യപ്പെടുക, ഷബഹ അല്ലെങ്കിൽ ശിബഹ് എന്നൊക്കെ പറഞ്ഞാൽ സാദൃശ്യപ്പെടുക, മറ്റൊരു കാര്യം അതിന് സമാനമായ ഒരു പ്രവർത്തനം ചെയ്യുക, ഒരു തുല്യമായ കാര്യം ചെയ്യുക, സമസ്വഭാവമുള്ള ഒരു കാര്യം ചെയ്യുക, ഇതൊക്കെയാണ് തശബ്ബുഹ് എന്ന് പറയുക ഭാഷാപരമായി. എന്നാൽ ഇസ്തിലാഹിയായി, ശറഈയായി നമ്മുടെ മതത്തിൽ തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, 2 നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ, 3 നമ്മുടെ ദിനചര്യകൾ, നമ്മുടെ അഖ്ലാഖുകൾ, നമ്മുടെ സ്വഭാവം, മുസ്ലിമിന്റെ സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ കുഫാറുകൾക്ക് അവർക്ക് മാത്രം ഖാസായ, അവർക്ക് മാത്രമായ ചില സ്വഭാവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കാണ് ശറഈയായി തശബ്ബുഹ് എന്ന് പറയുക, സാദൃശ്യപ്പെടുക എന്ന് പറയുക. അങ്ങനെ ആ മറ്റു സമുദായങ്ങളിലുള്ള അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ, സ്വഭാവപരമായ കാര്യങ്ങൾ, അവരുടെ മാത്രമായ ദിനചര്യകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഫഹുവ മിൻഹും, അവൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല, അവൻ ആ സമുദായത്തിൽ പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീഅത്തിൽ വളരെ ഗൗരവകരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് തശബ്ബുഹ്. 4 രൂപത്തിലുള്ള തശബ്ബുഹുകളാണ്, അത് മംനൂആണ്, അത് ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. 1 തശബ്ബുഹ് ബിൽ ബഹായിം, കന്നുകാലികളുമായി സാദൃശ്യപ്പെടുക. 2 അത്തശബ്ബുഹ് ബിശ്ശയാത്തീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രവർത്തനങ്ങൾ അത് ശൈത്താന്റെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. 3 അത്തശബ്ബുഹു റിജാലി ബിന്നിസാ, അല്ലെങ്കിൽ അക്സുഹു, ഒരു സ്ത്രീ പുരുഷനുമായി സാദൃശ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീയുമായി സാദൃശ്യപ്പെടുക. ഇതും ശറഈൽ മംനൂആയ, അനുവാദമില്ലാത്ത ഹറാമായ സാദൃശ്യപ്പെടലാണ്. 4ാമത്തെ കാര്യമാണ് അത്തശബ്ബുഹു ബിൽ കുഫാർ, കുഫാറുകളുമായി
തശബ്ബുഹുൽ മുസ്ലിമീന ബിഗൈരിഹിം മിനൽ ഉമമി, മുൻകഴിഞ്ഞ സമുദായങ്ങളുമായി സാദൃശ്യപ്പെടുക എന്നത് ശറഇൽ അനുവദനീയമല്ലാത്ത മംനൂആയ കാര്യമാണ്. നമ്മൾ ഒന്നാമത് പറഞ്ഞത് തശബ്ബുഹു ബിൽ ബഹായിമാണ്. മൃഗങ്ങൾക്ക് മാത്രമുള്ള ചില സ്വഭാവങ്ങളുണ്ട്. മൃഗങ്ങളുടെ സ്വഭാവമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. മൃഗങ്ങൾ കഴിക്കുന്ന രൂപം, അല്ലെങ്കിൽ മൃഗങ്ങൾ നടക്കുന്ന രൂപം, ഇതൊന്നും മനുഷ്യന് അനുവദനീയമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. അല്ലാഹു മറ്റുള്ള ജന്തുജാലങ്ങൾക്ക് എല്ലാം വിപരീതമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചില കറാമത്തുകൾ, ചില സ്ഥാനമാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളുമായി, മൃഗങ്ങളുടെ സ്വഭാവവുമായി, അല്ലെങ്കിൽ മൃഗങ്ങളുടെ രീതികളുമായി മനുഷ്യന്മാർ സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ മൃഗങ്ങളുടെ പ്രവർത്തനം, കുഫാറുകളുടെ പ്രവർത്തനങ്ങളെ മൃഗങ്ങളുടെ പ്രവർത്തനങ്ങളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സാദൃശ്യപ്പെടുത്തതായി കാണാൻ കഴിയും. കുഫാറുകളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമസലുഹു കമസലിൽ കൽബി, അവൻ നായയെ പോലെയാണ്. ഒരു കാഫിറായ വ്യക്തി, അല്ലെങ്കിൽ സത്യം അറിഞ്ഞിട്ടും സ്വീകരിക്കാത്തൊരു വ്യക്തി, അവൻ നായയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്, അവനെതിരെ നിങ്ങൾ തിരിഞ്ഞാലും അവനെ നിങ്ങൾ വെറുതെ വിട്ടാലും നാവ് പുറത്തിട്ട് നടക്കുന്ന നായയെ പോലെയാണ് അത്തരത്തിലുള്ള ആളുകളെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കഴുതയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനെ, സത്യനിഷേധികളെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മൃഗങ്ങളുമായി സാദൃശ്യപ്പെടുക എന്നത് ശറഇൽ മംനൂആണ്. അതുകൊണ്ടാണ് നിസ്കാരത്തെ സംബന്ധിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുമ്പോൾ, നിങ്ങൾ കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കരുത്, മറ്റൊരു റിവായത്തിൽ കാക്ക കൊത്തുന്നത് പോലെ നിസ്കരിക്കരുത്, നിങ്ങൾ ചെന്നായ വിരണ്ടോടും പോലെ നിങ്ങൾ നിസ്കരിക്കരുത് എന്നൊക്കെ കാണാൻ കഴിയും. കാരണം മൃഗങ്ങളുമായുള്ള സാദൃശ്യം അവരുടെ ഇബാദത്തിലും അവൻ്റെ ആദാത്തുകളിലും അവൻ്റെ ദിനചര്യകളിലും വരാൻ പാടില്ല എന്ന കർശനമായ താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും കേൾക്കുന്ന, എപ്പോഴും അറിയുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തദിലു ഫി സുജൂദ്, നിങ്ങൾ സുജൂദ് നേരെ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സുജൂദ് ചെയ്യണം. വല യബ്സുത് അഹദുകും ദിറാഇഹി ഇൻബിസാതൽ കൽബി, നായ കിടക്കുന്നത് പോലെ നിങ്ങൾ സുജൂദിൽ കിടക്കരുത്. രണ്ട് കൈയും വിരിച്ചു വെച്ച്, അത് തറയിൽ വിരിച്ചു വെച്ച് നിങ്ങൾ നായ കിടക്കും പോലെ സുജൂദിൽ കിടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൃഗങ്ങളുടെ പ്രവർത്തനം, മൃഗങ്ങളുടെ ശൈലി സ്വീകരിക്കൽ ശറഇൽ മംനൂആണ്, അത് ഹറാമാക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച മറ്റൊരു തശബ്ബുഹ്, അത് സ്ത്രീകൾ പുരുഷന്മാരുമായി സാദൃശ്യപ്പെടുക, അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളുമായി സാദൃശ്യപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലുബ്സതൽ മർഅതി വൽ മർഅതു തൽബസു ലുബ്സതൽ റജുൽ, ഒരു സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കുക എന്നതും ഒരു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുക എന്നതും, ഈ രൂപത്തിൽ ആരെങ്കിലും അവന്റെ വസ്ത്രം സ്വീകരിച്ചാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ശപിച്ചിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഹദീസുകൾ നോക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിക്കുമ്പോൾ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും റഹ്മത്താണ് റസൂലുള്ളാഹ് എന്ന ആയത്തിന്റെ തഫ്സീർ വായിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. എന്താണ് ഹദീസ് എന്നറിയോ? മക്കയിലെ മുശ്രിക്കുകളുടെ പീഡനം കഠിനമായപ്പോൾ റസൂൽ അടുക്കലേക്ക് സ്വഹാബാക്കൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അലൈഹിം, റസൂലെ, മുശ്രിക്കുകളുടെ പീഡനം കഠിനമായിരിക്കുന്നു, അവർക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യണം, അവർക്കെതിരെ നിങ്ങൾ ലഅനത്ത് ചൊല്ലണം എന്ന് സ്വഹാബാക്കൾ പറഞ്ഞപ്പോൾ റസൂൽ എന്താ പറഞ്ഞറിയോ? ഇന്നമാ ലം ഉബഅത് ലഅനൻ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുന്നവനായി കൊണ്ടല്ല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്, എന്നെ അല്ലാഹു ശപിക്കുന്നവനായി കൊണ്ടല്ല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്, വലാകിൻ ബശീറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി കൊണ്ടാണ്, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവനായി കൊണ്ടാണ് എന്ന് മുശ്രിക്കുകളുടെ വിഷയത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കാൻ മടിച്ചു നിന്ന ആ റസൂലുള്ള ശപിക്കുകയാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുശബ്ബിഹീന ബിർരിജാലി മിനൻ നിസാ, സ്ത്രീകളുമായി സാദൃശ്യപ്പെടുന്ന പുരുഷന്മാർ, സ്ത്രീകളെ പോലെ താടി വടിച്ച്, സ്ത്രീകളെ പോലെ താടിയില്ലാതെ, താടി രോമമില്ലാതെ, സ്ത്രീകളെ പോലെ മുടി വളർത്തി, അല്ലെങ്കിൽ ആ രൂപത്തിൽ സ്ത്രീകളുമായി സാദൃശ്യപ്പെടുന്നവരെ റസൂലുള്ള ലഅനത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന ഹദീസ്, ഈ ഹദീസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുഴുവൻ പെൺകുട്ടികളും ജീൻസും ടീഷർട്ടും അതുപോലുള്ള വസ്ത്രങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മുടെ തെക്ക് ഭാഗത്തും അത് കടന്നുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന ആൾക്കാരെ നമ്മൾ ആ വിഷയങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, ആ ഗൗരവപ്പെട്ട കാര്യത്തെ എതിർത്തില്ല എങ്കിൽ, നമ്മുടെ സമുദായത്തിലേക്കും റസൂലുള്ളാഹി ലഅനത്ത് ചൊല്ലിയ
റസൂലിന്റെ ലഅനത്ത് ഒരു സമുദായത്തിന് ലഭിച്ചാൽ ആ സമുദായത്തിന് ശിക്ഷ ഏത് നിമിഷവും വന്ന് ഭവിക്കാനുള്ള അനുവാദം നൽകപ്പെട്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ട് വലിയ ജാഗരൂകത ആ വിഷയത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഒന്നും ചെറിയ വിഷയമല്ല. റസൂലിന്റെ ലഅനത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. ആ ലഅനത്തിന്റെ വാക്ക് കേട്ടിട്ടും നമ്മുടെ മനസ്സിലൊരു ഗൗരവം തോന്നില്ല എങ്കിൽ അതൊക്കെ കാലം ഇങ്ങനെയൊക്കെ പോട്ടെ, എല്ലാവരും ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ എന്ന നിലയ്ക്കൊരു ലാഘവത്തിന്റെ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മുടെ ഈമാനിനെ നമ്മൾ കാര്യമായി ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈമാനിനെ കാര്യമായി നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഗൗരവനെ മനസ്സിലാക്കുക. റസൂലുള്ളാഹി മംനൂആക്കിയ പാടില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു തശബ്ബുഹ്, അത് സ്ത്രീ പുരുഷന്മാർ പരസ്പരം അവരുടെ സ്വഭാവങ്ങളെയും അവരുടെ വസ്ത്രധാരണങ്ങളെയും കടമെടുക്കലാണ് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ തശബ്ബുഹ് റസൂലുള്ളാഹി അത് ശൈത്താന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച തശബ്ബുഹാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഅകുലന്ന അഹദുകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ. നിങ്ങൾ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുകയോ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുകയോ ചെയ്യരുത്. കാരണം ഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വതശ്റബു ബിഹാ. കാരണം ശൈത്താനാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നതും കഴിക്കുന്നതും. അതുകൊണ്ട് മനുഷ്യനാവും സ്വഭാവം സ്വീകരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബാക്കൾ പറയാണ്, നമ്മളൊരു സദസ്സിൽ, ഒരു അറിവിന്റെ സദസ്സിൽ നമ്മളിങ്ങനെ ഭിന്നമായി മാറിയിരുന്നു. ചില മലഞ്ചെരിവുകളിലും ചില വൃക്ഷത്തിന്റെ തണലിലും നമ്മൾ മാറിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഭിന്നമായിരിക്കുന്ന റസൂലുള്ളാഹി കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന തഫറുഖകും ഫീ ഹാദി ശിആബ് അൽ ഔദിയ, നിങ്ങൾ ഇങ്ങനെ ചിന്ന ഭിന്നമായി മാറിയിരിക്കുന്നത് ദാലികും മിൻ അമലി ശൈത്താൻ, ഈ ശൈത്താന്റെ അമലാണ്. ശൈത്താന്റെ അമലാണ്. ഒരു ഇൽമിന്റെ മജ്ലിസിൽ അല്ലെങ്കിൽ ഒരു ആളുകൾ കൂടിയ മജ്ലിസിൽ ഭിന്നമായി മാറിയിരിക്കുക എന്നത് ശൈത്താന്റെ പണിയാണ്. അത് ശൈത്താൻ ഇരുത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് അടുത്തടുത്തിരിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ ഹദീസ് ധരിക്കുന്ന സ്വഹാബി പറയുകയാണ്, അതിനുശേഷം സ്വഹാബാക്കളെല്ലാം ഒന്നിച്ചിരുന്നു. എങ്ങനെയെന്നറിയുമോ? ഒരു വിരിപ്പ് കൊണ്ട് ഇങ്ങനെ വിരിച്ചാൽ അവരെ മൊത്തത്തിൽ ഒന്നിച്ച് മൂടാൻ കഴിയും. അത്രത്തോളം സ്വഹാബാക്കൾ അടുത്തിരുന്നു ആ ഹദീസ് കേട്ടതിന് ശേഷം. കാരണം ശൈത്താന്റെ പണിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഹദീസിൽ അത് തശബ്ബുഹാണ്. ആ തശബ്ബുഹ് ശൈത്താന്റെ പണിയാണ്. അല്ലെങ്കിൽ ആ തശബ്ബുഹ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സാദൃശ്യപ്പെടലാണ്. അല്ലെങ്കിൽ ആ തശബ്ബുഹ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മംനൂആക്കിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയുമാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത്. നാലാമത്തെ തശബ്ബുഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ സമുദായത്തിൽ വ്യാപകമായ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ സമുദായത്തിൽ ഓരോന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ തശബ്ബുഹ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തശബ്ബുഹ് ബിൽ കുഫാർ, അഥവാ അമുസ്ലിമീങ്ങളുടെ ശൈലിയും അവരുടെ ദിനചര്യകളും അവരുടെ രൂപവും അവരുടെ കോലവും അവരുടെ ഭാവവും മുസ്ലിം വീടുകളിലേക്കും മുസ്ലിം സമുദായങ്ങളിലേക്കും കയറി വരിക എന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ആ വിഷയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായവുമായി സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പശ്ചാത്തലവും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശരീഅത്ത് മുഴുവൻ വ്യക്തമായി പഠിപ്പിച്ചു നൽകിയതിനു ശേഷം റസൂലിനോട് പറയുകയാണ്, ثم جعلناك على شريعة من الأمر فاتبعها. മുഹമ്മദേ, നിനക്കൊരു വ്യക്തമായ ശരീഅത്ത്, ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ ഇല്ലാത്ത പ്യൂറായ ക്ലാരിറ്റിയുള്ള ഒരു ശരീഅത്ത് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഫത്തബിഅഹാ, നീ അതിനെ മാത്രം പിൻപറ്റുക. എല്ലാ മേഖലയിലും, നിന്റെ ദൈനംദിന ജീവിതത്തിൽ നീ ഇടപെടുന്ന ഏത് മേഖലയിലും, നിന്റെ ജോലി സ്ഥലത്തും വീട്ടിലും കുടുംബത്തിലും എല്ലാ സ്ഥലത്തും നിനക്ക് പിൻപറ്റാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ ഒരു ശരീഅത്ത് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഫത്തബിഅഹാ, നീ അതിനെ മാത്രം പിൻപറ്റണം. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, കാര്യങ്ങൾ അറിയാതെ ഇച്ഛയെ പിൻപറ്റുന്ന, ഹവയെ പിൻപറ്റുന്ന ആൾക്കാരുടെ ശൈലി സ്വീകരിക്കുന്നത് മുഹമ്മദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞു, ഏത് മേഖലയിലും ഒരു മുസ്ലിം നിലപാടുണ്ട്. അവൻ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ജീവിതം വഴി വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും കണ്ടെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അഭിമാനമുള്ള ഈ ശരീഅത്ത് ഉയർത്തിപ്പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ തശബ്ബുഹ് ബിൽ കുഫാർ രണ്ട് രൂപത്തിലാണ്. ഒന്ന് അസ്ലിയായി മുഖാലഫത്തുൻ ഫി അസ്ലിൽ ഫിഅൽ, ആ പ്രവർത്തനം തന്നെ പാടില്ലാത്തതാണ്. ഉദാഹരണത്തിന് അവരുടെ ആഘോഷങ്ങൾ, അവരുടെ ആചാരങ്ങൾ, ക്രിസ്മസ് ആഘോഷം പോലെ, ഓണം പോലെ, അങ്ങനെ ഒരു നിലക്കും അസ്ലിയായി തന്നെ അവരുമായി സാദൃശ്യപ്പെടാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. അതിൽ മുഖാലഫത്ത് നിർബന്ധമാണ്. എന്നാൽ മറ്റു ചില വിഷയങ്ങൾ മുഖാലഫത്തുൻ ഫി വസ്ഫിൽ ഫിഅലി, ഒരുപക്ഷെ നമ്മളും അവർ ഒരേപോലെ ചെയ്യും,
പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാക്കണം, കുറച്ച് വ്യതിരിക്തത ആ പ്രവർത്തനത്തിൽ നമ്മൾ ഉണ്ടാക്കണം. ഏതുപോലെ? നോമ്പ് പോലെ. നോമ്പ് നമുക്കുമുണ്ട്, അഹ്ലുൽ കിതാബിനുമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫസ്ല മാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തുസ് സഹർ. നമ്മുടെയും അഹ്ലുൽ കിതാബിന്റെയും നോമ്പിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അത്താഴം കഴിക്കലാണ്. അവർ അത്താഴം കഴിക്കാറില്ല, അല്ലെങ്കിൽ അവർ നോമ്പ് തുറക്കുമ്പോൾ ആ സമയം വൈകിപ്പിക്കും. ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ അവർക്കുണ്ട്. നിങ്ങൾക്കത് പാടില്ല. നിങ്ങൾ നോമ്പ് കൃത്യമായ സമയത്ത് തുറക്കണം, അത്താഴം കഴിക്കണം. ഇങ്ങനെയുള്ള വ്യതിരിക്തത നിങ്ങളുടെ നോമ്പിനുണ്ട്. അപ്പോൾ അസ്ലിയായി ഒരു നിലക്ക് നമുക്ക് യോജിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. ഇനി യോജിച്ച് ചെയ്യുന്ന നോമ്പ് പോലുള്ള ഇബാദത്തുകളിൽ അത് ഒരേപോലെയാണെങ്കിലും അവിടെ മുഖാലഫത്തോടുകൂടി, ചെറിയ വ്യത്യാസത്തോടുകൂടി നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തഖ്സീമുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആശുറ നോമ്പിന്റെ വിഷയത്തിൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു ദിവസം എക്സ്ട്രാ നോമ്പെടുത്ത് അവരുമായി ഭിന്നിച്ചു നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഈ പ്രവർത്തനങ്ങൾ, ബാൻഡ് മേളയും ഈ ഇത്ര വലിയ പൈസ മുടക്കിയുള്ള ഫ്ലെക്സും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, സാധാരണ ആൾക്കാർ പറയാറുള്ളത് ഇതൊരു ഭൗതികപരമായ വിഷയമല്ലേ. നമ്മൾ ഒരു ആരാധനയിലോ ഒരു ദീനിൻ്റെ കാര്യത്തിലോ നമ്മൾ അവരുമായി സാദൃശ്യപ്പെടാനല്ലോ, ഇതൊരു ഭൗതിക വിഷയമാണ്. അതുകൊണ്ട് ആ നിലക്ക് എല്ലാം ഹറാമാക്കുന്ന ഒരു പ്രവർത്തനം ശരീഅത്തൊന്നും പിന്നെ മുസ്ലിമുകൾക്കില്ല. അതൊക്കെ തശദ്ദുദാണ്, അതൊക്കെ കാഠിന്യമുള്ള മുത്തശദ്ദിദീങ്ങളുടെ സ്വഭാവമാണ് എന്നൊക്കെ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില ദായിമാരുടെ സംസാരങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. സത്യത്തിൽ ഒരു സാധാരണ ബുദ്ധിയുള്ള, അവൻ്റെ വിവേകം കൊണ്ട് അവൻ ശരീഅത്തൊന്നും പഠിക്കണ്ട, അവൻ കിതാബിലേക്കും സുന്നത്തിലേക്കൊന്നും പോകണ്ട പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. അവൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടവൻ ചിന്തിച്ചാൽ ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നിലക്ക് നമുക്ക് ന്യായീകരിക്കാൻ വകുപ്പുണ്ടോ? ഇത് സാമുദായിക ദ്രോഹമാണ്. മതത്തിനോട് മാത്രമല്ല, സമുദായത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഈ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് അൽ മാലു മാലുല്ലാഹ്, ഇതൊരു അടിസ്ഥാനമാണ്, ശരീഅത്തിന്റെ അടിസ്ഥാനമാണ്. അൽ മാലു മാലുല്ലാഹ്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്പത്താണ്. നമുക്ക് തന്നത് അള്ളാഹുവാണ്. അത് എവിടെ ചെലവഴിക്കണമെന്നതും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുസൃതമായി കൊണ്ടായിരിക്കണം. തോന്നിയ രൂപത്തിൽ ചെലവഴിക്കാൻ പാടില്ല. ഈ ബാൻഡ് മേളയും ഈ ഫ്ലെക്സ് വെക്കലും റോഡിൽ ബ്ലോക്കാക്കലും ആൾക്കാർ ഇടങ്ങേറാക്കലും ഇത് ഏത് രൂപത്തിലാണ് ന്യായീകരിക്കാൻ കഴിയുക? ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വിനോദമാണ് എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കുന്ന മുതിർന്ന ആൾക്കാർ പോലും, യുവാക്കളുടെ വിഷയം നമുക്ക് പോട്ടെ നോക്കി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ടാവുള്ളൂ. അവരുടെ പ്രായം കുറച്ച് കഴിയുമ്പോൾ മുതിർന്ന ആൾക്കാർ പോലും, മുടി നരച്ച ആൾക്കാർ പോലും ഇതിൻ്റെ ഒപ്പം കൂടെയാണ്. എന്നിട്ട് ജേഴ്സിയൊക്കെ ഇട്ട് ഞാൻ ഇന്ന ടീമിൻ്റെ ആളാണ്, ഒരു കളിക്കാരൻ്റെ പേര് പോലും നേരിച്ചോ പറയാറുണ്ട്. ഞാൻ അർജന്റീനയുടെ ഫാനാണ്. എന്താ കാരണം? മാക്സിയനോട് എന്ന് പറയാം. ഒരു കളിക്കാരുടെ പേര് പോലും നേരെ പറയാറില്ല. എന്നിട്ട് ആ കുട്ടിയോടൊപ്പം ഇങ്ങനെ കൂടെയാണ്. ഞാൻ യുവാവാണെന്ന് അറിയിക്കാൻ വേണ്ടി, ഞാനും പിന്നെ പുതിയ ജനറേഷൻ അറിയിക്കാൻ വേണ്ടി. മുതിർന്ന ആൾക്കാർ നമ്മുടെ യുവാക്കളെ കൈപിടിക്കണം. അതിന് അള്ളാഹു പ്രായം തന്നത്, അതിന് അള്ളാഹു ആയുസ് തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയുസ് കൂടുന്തോറും ഹസുന അമലുഹു, അവൻ്റെ കർമ്മങ്ങൾ നന്നായിക്കൊണ്ടിരുന്നാൽ അവൻ ഖൈറിലാണ്. പ്രായം കൂടുന്തോറും അവൻ്റെ പ്രവർത്തനങ്ങൾ ഷർറിലായി പോവുകയാണെങ്കിൽ അവൻ നരകത്തിന്റെ പാതയിലാണ്. റസൂൽ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? നമ്മളല്ലേ തിരുത്തേണ്ടത്? യുവാക്കളെ കൈപിടിക്കേണ്ടത് മുതിർന്ന ആൾക്കാരല്ലേ? അതുകൊണ്ട് ഗൗരവകരമായ ചില വസ്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ തശബ്ബുഹുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ കേവലം ഒരു കളി ഇഷ്ടപ്പെടുകയല്ല, കേവലം ഒരു കളിക്കാരനെ ഇഷ്ടപ്പെടുകയല്ല, മറിച്ച് ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ ഹെയർ സ്റ്റൈലും അവൻ്റെ രൂപഭാവങ്ങളെയും സ്വന്തം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് അവനായി മാറാൻ ശ്രമിക്കാൻ. നമ്മുടെ കുട്ടികളുടെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓനെ കളിച്ച് ഗോളടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ നഅൂദുബില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത്? മെസ്സി ഫാനാണ്, നഅൂദുബില്ല. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ഒരാളെ ഫോളോ ചെയ്താൽ, ഫാനായി മാറിയാൽ, ആരാധനയുടെ വിഷയത്തിൽ പോലും നമ്മൾ അറിയാതെ അവൻ്റെ പ്രവർത്തനങ്ങൾ കയറി വരും. മുസ്ലിമീങ്ങളെ എതിർക്കുന്ന പല ആൾക്കാർ പോലും, ഫിലസ്തീനി വിഷയങ്ങളിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും പല രാജ്യങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. അവരെ ഡയറക്റ്റ് ഫണ്ട് ചെയ്യുന്ന കളിക്കാരന്മാർ പോലും ഈ കൂട്ടത്തിലുണ്ട്. ആ രൂപത്തിൽ ഒരു നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഈ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും ശൈലിയിലേക്കും കയറി വരുന്നത് ഈ രൂപത്തിലുള്ള ജഹാലത്താണ്. അതുകൊണ്ട് കൃത്യമായി ഒരാൾ പറയുന്നത് പോലെ മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് അവൻ കൂടുതൽ ഏതുമായാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അതവൻ കടമെടുക്കും. ആരാണോ കൂടുതൽ കാണുന്നത് അവൻ ഫോളോ ചെയ്യും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സമുദായത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തശബ്ബുഹ് അനുവദനീയമായ ചില മേഖലകളുണ്ട്. അത് ഉലമാക്കൾ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ പ്രശ്നമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ
അല്ലാ യകൂന ഹാദൽ അംറു ബിതഖാലീദിഹിം, അവരുടെ ചര്യകളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ, കുഫാറുകളുടെ ചര്യയുമായി ബന്ധമില്ലാത്താണ്, അവർക്ക് മാത്രം ഖാസായ കാര്യമല്ല എങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലാ യകൂന ദാലിക്കൽ അംറു മിൻ ശറഇഹിം, അവരുടെ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല എങ്കിലും അത് പ്രശ്നമല്ല. മൂന്നാമത്തത് അല്ലാ യകൂന ഫീ ശറഇനാ ബയാനുൻ ഖാസുൻ ലിദാലിക, നമ്മുടെ ശരീഅത്തിൽ ആ വിഷയത്തിൽ വ്യക്തമായൊരു കൽപ്പന വന്നിട്ടില്ല. അത് ഭൗതികമായ ഒരു കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദുന്യവ്യായ ചില കാര്യങ്ങൾ, അവർ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു, അവർ ഇൻവെൻറ്റ് ചെയ്തു, അവരുണ്ടാക്കിയ വിഷയമാണ്, അവരാണ് അതിലൊരു മാതൃക ഉണ്ടാക്കി വെച്ചതെങ്കിൽ നമുക്ക് ഭൗതികപരമായി ആ പഠനരംഗത്തും ആ മേഖലയിലേക്ക് നമുക്ക് അവരെ പിൻപറ്റി ചെയ്യാം, അവരെ പിൻപറ്റി തന്നെ ചെയ്യാം. അവരാണ് ഉണ്ടാക്കിയത്, അവരാണത് കണ്ടുപിടിച്ചത് എങ്കിൽ മുസ്ലിമീങ്ങൾക്കും ആ നിലക്ക് ഉയർന്നു വരാൻ അവരെ പിൻപറ്റാം. എന്താണ് തെളിവ്? ഖന്തഖ് യുദ്ധത്തിൽ, ഖന്തഖ് കിടങ്ങൊഴിക്കുന്ന സമയത്ത്, ഖന്തഖിന്റെ കിടങ്ങൊഴിക്കുന്ന സമയത്ത് അത് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിൽ ഉദിച്ച ഐഡിയ ആണ്. അപ്പം ആ ഐഡിയ സൽമാൻ അൽ ഫാരിസ് എങ്ങനെ കിട്ടിയത്? സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, റസൂലെ, നമ്മൾ ഫാരിസിലായിരിക്കുമ്പോൾ, പേർഷ്യയിലായിരിക്കുമ്പോൾ യുദ്ധ സമയത്ത് ഈ രൂപത്തിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ, حيث قال يا رسول الله إنا كنا بأرض الفارس إذا حوصرنا خندقنا علينا, ഈ രൂപത്തിൽ നമ്മൾ ഉപരോധിക്കപ്പെട്ടപ്പോൾ നമ്മൾ കിടങ്ങ് കുഴിച്ച് രക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം കാഫിറായിരിക്കുന്ന സമയത്ത് പേർഷ്യയിൽ വെച്ച് അവർ ചെയ്ത കാര്യമാണ്, കുഫാറുകൾ ചെയ്ത കാര്യമാണ്. ആ ഒരു യുദ്ധതന്ത്രമാണ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ഇപ്പോൾ മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയയാണ് മുസ്ലിമീങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഖന്തഖിൽ കിടങ്ങ് കുഴിക്കുന്ന ആ പ്ലാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആദ്യം ചെയ്താരാ? ആ ഐഡിയ കൊണ്ടുവന്നാരാ? കുഫാറുകളാണ്. പക്ഷേ യുദ്ധസമയത്ത് അത് നല്ല ഐഡിയയാണ്, ദുനിയവ്യായ കാര്യമാണ്, അനുവദനീയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുമായി അവിടെ സാദൃശ്യപ്പെട്ടു. ആ രൂപത്തിലുള്ള സാദൃശ്യങ്ങൾ പ്രശ്നമില്ലാത്ത വിഷയമാണ്. നമ്മൾ പറഞ്ഞ വിഷയം അവരുമായി മാത്രം ഖാസായ കാര്യങ്ങൾ, അവരുമായി മാത്രം ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ, അവരുമായി മാത്രം ബന്ധപ്പെട്ട ഹെയർ കട്ടുകൾ, അവരുമായി മാത്രം ബന്ധപ്പെട്ട സംസാര ശൈലികൾ, പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഒരു മുസ്ലിമിന് അനുവദനീയമായ കാര്യമല്ല. പ്രത്യേകിച്ച് വാഹിറായ പ്രകടമായ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമായ ചില വിഷയങ്ങൾ ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടുത്ത മഞ്ഞ വസ്ത്രം ധരിച്ചു വന്ന രണ്ട് സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൽബസ്ഹ, ഇത് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സിയാബുൽ കുഫാർ, ഇത് കാഫിരീങ്ങളുടെ വസ്ത്രമാണ്, നല്ല കടുത്ത മഞ്ഞ വസ്ത്രം. ഇപ്പോൾ താടിയുടെ വിഷയം, മീശയുടെ വിഷയം, വഹ്ഫു ശവാരിബ്, മീശ വെട്ടി ചുരുക്കാനും താടി നീട്ടി വളർത്താനും പറഞ്ഞു. എന്താ കാരണം? ഖാലിഫുൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞു. മുആവിയ റളിയല്ലാഹു തആല കാലഘട്ടത്തിൽ മിമ്പറിൽ വെച്ച് മുആവിയ റളിയല്ലാഹു തആല ഒരു പിടി മുടിയുമായി നിൽക്കണം. മിമ്പറിൽ ഒരു നീണ്ട മുടിയാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ സമയത്ത് കിട്ടിയൊരു വെപ്പ് മുടിയാണ്. അപ്പം അന്നൊരു പെണ്ണ് സ്വീകരിച്ചിരുന്ന മുടിയാണത്. അപ്പം അദ്ദേഹം മിമ്പറിൽ വെച്ച് പറയാണ്, ആരാണ് ഈ മുടി സ്വീകരിക്കാൻ? നിങ്ങളുടെ ഏത് ആലിമാണ് ഈ മുടി വെപ്പ് മുടി വെക്കാനുള്ള അനുവാദം നൽകിയത്? ബനു ഇസ്രായേൽ ഈ വിഷയത്തിൽ താക്കീതുണ്ടായിരുന്നു. ആ താക്കീത് അവരെ ലംഘിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ശാപം അവർക്ക് ലഭിച്ചത് എന്ന് മുആവിയ റളിയല്ലാഹു തആല മിമ്പറിൽ വെച്ച് പറഞ്ഞു എന്നാണ്. മിമ്പറിൽ വെച്ച് തശബ്ബുഹിനെ എതിർക്കാൻ മിമ്പറിൽ വെച്ചൊരു ഖലീഫ സമുദായത്തെ ഒന്നിടഞ്ഞം വിളിച്ചുകൂട്ടി വാസില വെപ്പുമുടി വെക്കുന്നതിനെ റസൂൽ എതിർത്തിരുന്നു. അത് അഹ്ൽ കിതാബിന്റെ സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് എതിർക്കാൻ. ഇപ്പൊ ലോഹിറായ ചില കാര്യങ്ങൾ അവരെ പോലെ ഫുസാക്കുകളെ പോലെ കുഫാറുകൾ മാത്രം അവരിൽ മാത്രം കാണുന്ന ചില രൂപങ്ങൾ അത് നമ്മിലേക്ക് കൊണ്ടുവന്നാൽ അത് അപകടകരമാണ്, അത് നമ്മുടെ ശരീഅത്തിന് വിരുദ്ധമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല ഇപ്പോൾ ആൾക്കാർ പറയാം. ഈ വിഷയത്തിൽ ഏറ്റവും വിഖ്യാതമായ വലിയൊരു ഗ്രന്ഥമാണ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഗ്രന്ഥം. അദ്ദേഹം അതിൽ പറയുന്ന ഒരു പ്രശസ്തമായ വാചകമുണ്ട്. അദ്ദേഹം പറയുകയാണ്, അന്നൽ മുശാറകത ഫിൽ ഹദി അൽ-ളാഹിർ, പ്രകടമായി ഒരു കാഫിറിന്റെ രൂപം, ഒരു ഫാസിക്കിന്റെ രൂപം. സാധാരണ നമ്മൾ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തിയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവി വരെ അല്ലെങ്കിൽ തോൾ വരെ മുടി വളർത്തിയിരുന്നു. ആ വിഷയം ഉലമാക്കൾ ചർച്ച ചെയ്യും. ഉലമാക്കൾ പറയാറുണ്ട്, ഒരു നാട്ടിൽ ആ മുടി വളർത്തുക എന്നത് ഫാസിഖിന്റെ ശൈലിയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതില്ലെന്ന്, അത് ഒഴിവാക്കേണ്ടതാണെന്നാണ്. റസൂൽ കൽപ്പിച്ച കാര്യമല്ല, ആദ്യ ഒരു ശൈലിയാണ്. ഒരു നാട്ടിൽ മുടി വളർത്തുക എന്നത് ഫാസിഖിന്റെയും തെമ്മാടികളുടെയും ശൈലിയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, ഫി ഹദിയുൽ ളാഹിർ, പ്രകടമായ ചില കാര്യങ്ങൾ പ്രകടമായി ഒരാൾ കാണുമ്പോൾ ആ മുസ്ലിമാണെന്ന് തോന്നണം, അവന്റെ കോലത്തിൽ നിന്ന് മുസ്ലിമാണെന്ന് തിരിയണം. അങ്ങനെ ആരെങ്കിലും കുഫാറുകളുമായി സാദൃശ്യപ്പെട്ടാൽ
തൂരിസു തനാസുബൻ വതശാകുലൻ ബൈനൽ മുതശാബിഹീൻ. ആരാണ് മുസ്ലിം ആരാണ് കാഫിർ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് സമൂഹം മാറും. യഖൂദു ഇലാ മുവാഫഖതി മാ ഫിൽ അഖ്ലാഖി വൽ അഅമാൽ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ സ്വഭാവവും ഒരേ സ്വഭാവമായി മാറും. രണ്ടുപേരുടെ സംസാരം ഒരേപോലെ, രണ്ടുപേരുടെയും ശൈലി ഒരേപോലെ അങ്ങനെ മാറും. വഹാദാ അംറുൻ മഹ്സൂസ്. ഇത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇന്ന ലാബിത സിയാബ അഹ്ലിൽ ഇൽമി യജിദു മിൻ നഫ്സിഹി നൗമ ഇൻദിമാമി ഇലൈഹിം. ആരെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, ഒരു ആലിമിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് വന്നാൽ അവനൊരു ഈമാനികമായ ഒരു ഉണർവ് കിട്ടുന്നതാണ്. നല്ല വസ്ത്രം ധരിച്ച്, ആലിമിന്റെ വസ്ത്രമല്ല, അവൻ നിര്യാണിക്ക് മുകളിൽ പാൻറ്റൊക്കെ ധരിച്ച് നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വസ്ത്രമൊക്കെ ഇട്ട് ആ രൂപത്തിൽ ടൈറ്റ് ഇല്ലാത്ത നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വന്നാൽ ഓനൊരു ഉണർവ് കിട്ടും വിവാദത്തിന്. അദ്ദേഹം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. അതുപോലെ തന്നെ ജുന്തികൾ, പട്ടാളക്കാർ, അവർ ആ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ അവർക്കൊരു എനർജി കിട്ടുന്ന ആ വസ്ത്രം ധരിക്കുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഒരു ഗാംഭീര്യം ഉണ്ടാവുന്നതാണ്. അത് കാണുന്ന ആൾക്കാർക്കും, പട്ടാളക്കാരൻ, പോലീസുകാരൻ, അവൻ്റെ യൂണിഫോം ധരിച്ചു വന്നാൽ അത് അവനും ഒരു ആത്മവിശ്വാസം കൊടുക്കും. അതുപോലെ തന്നെ കാണുന്നവർക്ക് ഒരു ഗാംഭീര്യം കൊടുക്കും. അതുകൊണ്ട് തന്നെ വസ്ത്രവും കൽബുമായി ചില ബന്ധമുണ്ട്. ലിബാസും കൽബുമായി ചില തഅല്ലുക്കുകളുണ്ട്. അതുകൊണ്ട് ഫാസിക്കുകൾ അവർ സ്വീകരിക്കുന്ന വസ്ത്രം, അവർ സ്വീകരിക്കുന്ന മുടി, അതുപോലെ നമ്മൾ സ്വീകരിച്ചാൽ അവരുമായി സാദൃശ്യം ഉണ്ടാകും, അവരുമായി തഅല്ലുക്കുണ്ടാകും, അവരുമായി സ്നേഹം ഉണ്ടാവും, റസൂലിന്റെ സുന്നത്തിനോട് വെറുപ്പുണ്ടാവും. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുകയാണ്. ഏതായാലും എല്ലാ വിഷയത്തിലും സൂക്ഷ്മത അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിന് യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കാനും റസൂലിന്റെ സുന്നത്തിനോട് ഹുബ്ബുണ്ടാവാനുള്ള തൗഫീഖ് അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട വിഷയമാണ് നമ്മുടെ സമ്പത്ത് മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടേക്കാണ് അവൻ ചെലവഴിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ ഇബ്നു ആദമിന്റെ ഖദം, അവന്റെ രണ്ട് കാലുകൾ നാളെ മഹ്ശറയിൽ അനങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫ്ലെക്സ് വയ്ക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഫുട്ബോളിന് വേണ്ടി ബാൻഡ് മേളയ്ക്കും പൈസ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള, മുത്തഖിയായി മരിക്കാനുള്ള, മുഖ്ലിസായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു സുബ്ഹാനഹു വ തആല അലം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.